അന്നത്തെ കുണച്ച മെസ്സേജ് കണ്ടപ്പോ അതിന്റെ വാശി കയറി വന്നേണ് ഞാൻ. ഇതൊന്നും ഉണച്ച മെസ്സേജ് നീ അയച്ചില്ലേ? നീ ഇങ്ങോട്ടൊന്നും വരണ്ട, അവിടെ നിന്ന് പഠിച്ചാ മതി, ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനെന്നൊക്കെ. ഈ ദേഷ്യത്തിൽ വായിച്ചത് നിനക്കതൊരു കുറച്ച മെസ്സേജ് ആയിട്ടേ തോന്നും. പിന്നെ ട്രാപ്പ് അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. ഈ സീൻ കണ്ടപ്പോൾ പലർക്കും ഇത് റിലേറ്റബിൾ ആയി തോന്നിയിട്ടുണ്ടാകും. പലപ്പോഴും ആളുകൾ അകലം വരുന്നത് പ്രശ്നങ്ങൾ കൊണ്ടല്ല, ചെറിയ വാക്കുകൾ, ചെറിയ ടോൺ മാറ്റങ്ങൾ, തെറ്റായി മനസ്സിലാക്കിയ ഇമോഷൻസ്. ഉദാഹരണത്തിന് അമ്മ മകനോട് പറയാണ് ഫോണൊന്ന് മാറ്റി വെച്ച് പഠിക്കൂ. അമ്മ അത് കൺസേൺ കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക, പക്ഷെ മകൻ അത് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഫീലിംഗിൽ എടുക്കാം. റിലേഷൻഷിപ്പിലും ഇതേ കാര്യമാണ്. നീ മാറിപ്പോയി എന്ന് പറയുമ്പോൾ പലപ്പോഴും അതിന്റെ പിന്നിൽ കംപ്ലൈന്റ് ആയിരിക്കില്ല, നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നു എന്ന ഇമോഷൻ ആയിരിക്കും. പക്ഷെ അത് ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുമ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൂടും. പല ആളുകൾക്കും അവരുടെ ഫീലിംഗ് നേരിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കെയർ വരുന്നിടത്ത് ആങ്കർ വരും, സാഡ്നെസ് വരുന്നിടത്ത് സൈലൻസ് വരും, ഫിയർ വരുന്നിടത്ത് ഓവർ തിങ്കിങ് വരും. പുറത്ത് കാണുന്നത് റിയാക്ഷൻ ആയിരിക്കും, പക്ഷെ അവർക്ക് ഉള്ളിൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. അതുകൊണ്ട് തിരിച്ചു മറുപടി പറയുന്നതിന് മുമ്പ് ഈ ആൾ എന്ത് ഫീൽ ചെയ്യുകയായിരിക്കും എന്ന് ചിന്തിക്കുന്നത് പ്രാധാന്യമാണ്. കാരണം പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും വാക്കുകൾ കൊണ്ടല്ല, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യപ്പെടാത്ത ഫീലിങ്സ് കൊണ്ടാണ്.